വീണ്ടും മൂലധനത്തെ മാറ്റുകയാണ്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത പുതിയ മൂലധനം ലോകത്ത് വരാൻ പോവാണ്. ആ മൂലധനത്തിൻ്റെ പേരാണ് നോളജ് ക്യാപിറ്റൽ, ഇംഗ്ലീഷിൽ അറിവ് മൂലധനം. ഇതുവരെ നമ്മൾ കാണാത്ത ഒരു മൂലധനം, ഏറ്റവും ചൂഷണ ശക്തിയുള്ള മൂലധനം ലോകത്ത് വരാൻ പോകുന്നു. മുതലാളിത്തം അതിനുവേണ്ടി കളമൊരുക്കുന്നു. അറിവ് എന്നത് ഉപയോഗിച്ചുകൊണ്ട് അറിവിൻ്റെ മുകളിൽ ആധിപത്യം. ഏതാണ് ഉൽപാദന ഉപകരണം? ആ ഉൽപാദന ഉപകരണത്തിന് മുകളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് ചൂഷണം മൂർത്തമാക്കാൻ ശ്രമിക്കുക. വരാൻ പോകുന്ന ഏറ്റവും വലിയ ഉൽപാദന ഉപകരണം അറിവാണ്, ജ്ഞാനമാണ്. അതിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ച് അത് ഏറ്റവും വലിയ ചൂഷണ ഉപകരണമാക്കി മാറ്റി ലോകത്തെ മുഴുവൻ ചൂഷണം ചെയ്യാനുള്ള വലിയ ശ്രമത്തിലാണ് മുതലാളിത്തം. ആ വരാൻ പോകുന്ന സമ്പദ് വ്യവസ്ഥയുടെ പേരാണ് ജ്ഞാന സമ്പദ് വ്യവസ്ഥ. അവിടെ കൈക്കോട്ടല്ല, വെട്ടുകത്തിയല്ല, ട്രാക്ടറല്ല, കമ്പ്യൂട്ടറല്ല. അവിടെ ഏറ്റവും വലിയ ഉൽപാദന ഉപകരണം, ഏറ്റവും വലിയ ചൂഷണ ഉപകരണം അറിവാണ്. അതെങ്ങനെ എന്ന് പറയും, കുറേ കൂടി ടെക്നിക്കലാണ്, കുറേ കൂടി പെട്ടെന്ന് മനസ്സിലാവില്ല. എല്ലാം ഈ അറിവിലൂടെ കീഴ്പ്പെടുത്താൻ, അറിവിനെ പാറ്റന്റ് നയങ്ങളിലൂടെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. സ്വന്തം അറിവ് ആരുടെ സ്വന്തമാണ്? അറിവ് ഞങ്ങളുടെ സ്വന്തമാണ്, കോർപ്പറേറ്റുകളുടെ സ്വന്തമാണ്, സാമ്രാജ്യത്തിൻ്റെ സ്വന്തമാണ്. ഇതുപയോഗിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മൂലധനത്തിനേക്കാൾ അപകടകാരിയായ മൂലധനം വരുന്നു. അതിൻ്റെ പേരാണ് നോളജ് ക്യാപിറ്റൽ. ആ നോളജ് ക്യാപിറ്റൽ ഉപയോഗിച്ച് ചൂഷണം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടം നാളെ വരാൻ പോവുകയാണ്. വളരെ സിമ്പിളാണ്. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ ചടുലമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ചടുലമായ മാറ്റങ്ങൾ അറിവ് ഉപയോഗിച്ച്. നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ 1 മിനിറ്റ് തയ്യാറാവെന്ന് വെച്ചാൽ ഞാൻ ഒരു അത്ഭുത പ്രതിഭാസം കാണിച്ചു തരാം. തയ്യാറാവുമോ നിങ്ങൾ ആരെങ്കിലും? ആ ഫോണൊന്ന് എടുക്കും എല്ലാവരും ഒന്ന്. എന്നാൽ ആധുനിക പഠന രീതി അതാ, ഉറക്കം മാറുകയും ചെയ്യും. ഇന്ന് കാണണ്ടേ എന്താ വരാൻ പോണ കാര്യം എന്നുള്ളത്. എടുത്തോ? അതിൽ ഗൂഗിൾ ഒന്ന് എടുക്കൂ. അതിൽ മോളിക്യുലാർ കാർ എന്ന MOLECULAR മോളിക്യുലാർ CAR കാർ ഒന്ന് അടിച്ചു നോക്കൂ. എൻ്റെ ഇടതുവശത്ത് ചെറുനാരങ്ങ നിരത്തിയിട്ടുള്ള പ്രതലത്തിൻ്റെ മുകളിൽ ഒരു പല്ലി കിടക്കണ പോലെ ഒരു പടം കാണും. ഒന്നിങ്ങനെ കാണിച്ചു, അല്ല കണ്ടോ? നോക്കിയവർക്ക് കിട്ടിയിട്ടുണ്ടാവുമോ? കണ്ട? അതും ഒരു കുത്തു കൊടുത്താൽ ആ സ്ക്രീൻ നിറയും. അത് നിറയെ ചെറുനാരങ്ങ വിരിച്ച് അതിൻ്റെ മുകളിൽ ഒരു പല്ലി കിടക്കണ കണ്ടോ? മനസ്സിലായോ? അതൊരു കാറാണ്. വരാൻ പോകുന്ന ഒരു കാറാണ്. വരാൻ പോകില്ല, അത് കണ്ടുപിടിച്ചു. നോബൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞു. ഇതിന് നോബൽ സമ്മാനം കിട്ടിയ കണ്ടുപിടുത്താണ്. അതൊരു കാറാണ്. കാർ. അതിൻ്റെ വലിപ്പം നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. അതിൻ്റെ വലിപ്പം തലമുടി നാരിൻ്റെ 1000-1. തലമുടി നാരിൻ്റെ 1000-1 അതിൻ്റെ വലിപ്പം. അതിന് 4 ചക്രം പോലെ തോന്നണില്ലേ? 4 ചക്രം പോലെ കറുത്തത് കാണാണ്ടോ മാഷേ? കാണാണ്ടോ? ആ 4 ചക്രത്തിന് പകരം 1 ചക്രമാക്കാനുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക. അത് വിജയിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന കാറിൻ്റെ വലിപ്പം തലമുടി നാരിൻ്റെ 10,000-1. നീളത്തിലല്ല പറഞ്ഞേ, വണ്ണം. ഒരു തലമുടി നാരിൻ്റെ വണ്ണത്തിൻ്റെ 10,000-1 അതിൻ്റെ വലിപ്പം വരാൻ പോണേ. നാളത്തെ കാറത്. നോളജ് ഇക്കോണമിയിലെ ഏറ്റവും ഉപകരണങ്ങളിൽ ഒന്ന്, ഏറ്റവും എളുപ്പമുള്ളത് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുണ്ടോ? ഇതാണ് ഈ കാറ്. ഇതെന്തിനാ ഉപയോഗിക്കണമെന്നറിയോ? എന്തിനാ സംഭവം ഉപയോഗിക്കണേ? നോക്കൂ, അതെത്ര ചെറുതാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ശരീരത്തിലുള്ള ഈ രോമകൂപങ്ങളുടെ ഇടയ്ക്കുള്ള ഓട്ടയിൽ കൂടിയാണ് വിയർപ്പ് പുറത്തു വരിക. അതിനേക്കാൾ ചെറുതായി കാറ്. നാനോ ടെക്നോളജി, ജനറ്റിക് എഞ്ചിനീയറിങ്, മൈക്രോബയോളജി, ഇതെല്ലാം ചേർന്നതാണ്. അതിൻ്റെ സയൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ഓൾ ടെക്നോളജീസ് ആണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കടത്തിവിടും. ഈ ഓട്ടയിൽ കൂടെ അങ്ങോട്ട് കടത്തും. ഒരു തുള്ളി രക്തം പൊടിയില്ല, ഈ ഓട്ടയിൽ കൂടെ അതങ്ങോട്ട് കടക്കും. കടന്നാൽ ശരീരത്തിൽ റിമോട്ട് ഉപയോഗിച്ച് 80 കിലോമീറ്റർ സ്പീഡിൽ ഓടും. അങ്ങനെ ഓടി എവിടെയെങ്കിലും ഒരു ക്യാൻസറിൻ്റെ സെല്ലുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ തീരത്ത് ചെന്ന് അതവ നിൽക്കും. നിന്നാൽ JCB പോലെ അവൻ പൊങ്ങും. പൊങ്ങിയാൽ ഇനി ഞാൻ പറയണ്ട, ആ സെല്ലിനെ പറയൂ, ആ സെല്ലിനെ ഇങ്ങ് ചുരണ്ടി എടുക്കും. എടുത്തു കഴിഞ്ഞാൽ അത് ടിപ്പറായിട്ട് മാറും. അതുകൊണ്ട് ഈ ചുരണ്ടി എടുത്ത സാധനം പിറകിലേക്കിടും. പിറകിലേക്കിട്ടാൽ അത് അതേ സ്പീഡിൽ വന്ന് ഈ ഓട്ടയിൽ കൂടെ പുറത്ത് വന്ന് ഇനിയെങ്കിലും ഒന്ന് പറയും, എന്താണ് അത് പുറത്ത് കളയും. എവിടേക്കാ പോണേന്ന് മനസ്സിലാക്കിക്കോളൂ.
എവിടേക്കാ ലോകം പോണേന്ന് മനസ്സിലാക്കിക്കോളൂ. ഇപ്പം എന്താ പ്രശ്നം? നല്ലതല്ലേ എന്ന് ചിലരുടെ മുഖം കാണാറ്. നല്ലതല്ലടോ, മനസ്സ് തോന്നുന്നുണ്ട്, ശരിയാ, നല്ലതാണ്. പക്ഷെ ഈ അറിവിൻ്റെ മുകളിൽ പാറ്റൻ്റ് എടുക്കുകയാണ്, ഉടമാവകാശം എടുക്കുകയാണ്, വേൾഡ് പാറ്റൻ്റ് നിയമങ്ങൾ മാറുകയാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഓരോ ഉപയോഗത്തിനും പണം കൊടുക്കണം. നിങ്ങൾ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞാൽ നമുക്കിട്ട് ഉപയോഗിക്കാനും പറ്റില്ല. അവൻ്റെ സ്വന്താണ് അറിവ്, അവൻ്റെ സ്വന്താണ്. ഈ ടെക്നോളജി സാധനം നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാലും, ഈ ടെക്നിക്കുള്ളൊരു ഉപകരണം കാശ് കൊടുത്ത് മേടിച്ചാലും, അത് ഉപയോഗിക്കണമെങ്കിലും അവൻ്റെ അനുവാദം വേണ്ടി വരും. ഇതൊന്നും ഇപ്പോൾ മനസ്സിലാവില്ല. അതിനെയാണ് അറിവിൻ്റെ കുത്തക എന്ന് പറയുന്നത്. ഈ അറിവിൻ്റെ കുത്തക വെച്ചുകൊണ്ട് ആരെയും ചൂഷണം ചെയ്യാൻ പറ്റില്ല. ഇതിന് ടെക്നോളജി കണ്ടോ, ഇതിനെ വെല്ലാനുള്ള ടെക്നോളജി ഇപ്പോൾ ആരോഗ്യരംഗത്തില്ല. ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞു, നാളെ വെളിച്ചാവുന്നവർ ഓരോന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ആധുനിക